ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകമാണ് എന്നെല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാഴ്ച ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് 1-2 കാര്യങ്ങളും കൂടി പരാമർശിച്ചതിന് ശേഷം നമുക്ക് രൂത്തിൻ്റെ പുസ്തകം പഠിക്കാനായിട്ട് സമയം എടുക്കാം. രൂത്തിൻ്റെ പുസ്തകം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചുകൊണ്ട് രൂത്തിലേക്ക് കയറുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ കരുതുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്നുള്ളതാണ് ആ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. പല പ്രാവശ്യം അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അവിടെ രാജാവില്ലായിരുന്നതുകൊണ്ട്, പക്ഷേ രാജാവ് ഉണ്ടായിരുന്നു എന്ന് ഗിദെയോൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയത് നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ആരായിരുന്നു രാജാവ്? യഹോവയായിരുന്നു അവരുടെ രാജാവ്. വേറൊരു രാജാവിനെ ആക്കിയിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. ശമൂവേലിൻ്റെ അടുക്കൽ വന്നിട്ട് അവർ ഞങ്ങൾക്കൊരു രാജാവ് വേണം എന്ന് പറഞ്ഞപ്പോൾ ശമൂവേലിന് ഒരു ഹൃദയവ്യഥയായി. ദൈവത്തോട് പോയി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശമൂവേലിനോട് പറഞ്ഞ കാര്യവും എന്താണെന്ന് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അവർ നിന്നെ അല്ല തള്ളിയേക്കുന്നത്, എന്നെയാണ് തള്ളിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ രാജത്വം നടത്തിയിരുന്നത് ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ രാജത്വത്തിൻ്റെ കീഴിൽ പോകണം എന്നാണ് ദൈവം അവരെക്കുറിച്ച് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ പോകാതിരുന്നപ്പോൾ ഉണ്ടായ ക്രൈസിസ് പീരീഡിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചവരാണ് ന്യായാധിപന്മാർ. അപ്പോൾ അതിൻ്റെ ക്രമം അല്ല പ്രധാനപ്പെട്ട കാര്യം, അവരിൽ കൂടി ദൈവം ചെയ്ത പ്രവൃത്തിയാണ് പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ പഠിച്ച കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ദൈവം കുറേ കഴിഞ്ഞപ്പോൾ അവരെ ഗേവ് ദം അപ്പ് എന്നുള്ള കാര്യം, അവരുടെ ഇഷ്ടം അനുസരിച്ച് പോകാനായിട്ട് അവരെ അനുവദിച്ചു. പാപം നമ്മുടെ ഇച്ഛാശക്തിയെ വല്ലാതെ സ്വാധീനിച്ച് കഴിയുമ്പോൾ, നാം ദൈവത്തിന് വിധേയപ്പെടാതെ വരുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്ത് കളയും? കൈവിട്ട് കളയും. അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തോട്ടെ എന്ന് വെച്ച് ദൈവം അവരെ കൈവിട്ട് കളയും. അവരോട് നീക്കിക്കളയാൻ പറഞ്ഞ ജാതികളൊന്നും അവരെന്ത് ചെയ്തില്ല? നീക്കിക്കളഞ്ഞില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പല ജാതികളെ ദൈവം നീക്കിക്കളയാതിരുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവർ യുദ്ധം അഭ്യസിക്കാൻ വേണ്ടി, ഓർക്കുന്നുണ്ടല്ലോ, യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ യുദ്ധം അഭ്യസിക്കാൻ വേണ്ടി കുറേ ജാതികളെയൊക്കെ വെച്ചിരുന്നു. അതുകൊണ്ട് അവരെ മാറ്റിക്കളയണം എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. പക്ഷേ ഇവരതിലേക്കൊന്നും വരാതിരുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ അവരെ വരേണ്ടതായിട്ട് വന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങൾക്കൊരു നോട്ട് തന്നതിനകത്ത് ചാർട്ടുണ്ടായിരുന്നു. 6 എപ്പിസോഡ്സ്, അല്ലെങ്കിൽ വിശ്വാസത്യാഗം, അടിമത്തം സംഭവിച്ച 6 പ്രത്യേക സന്ദർഭങ്ങൾ. അത് നോട്ടെടുത്ത് നോക്കണമെന്നില്ല, ഞാൻ അതൊന്ന് പറയാം എന്ന് വിചാരിക്കുകയാണ് ചുരുക്കത്തിൽ. കാരണം എന്താ സംഭവിച്ചതെന്നുള്ളത് ആ ചാർട്ടും നോട്ടും വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അവർ ആദ്യം കുറച്ച് കൊല്ലം ഭംഗിയായിട്ട് ജീവിച്ചു, പിന്നെ 40 കൊല്ലം അടിമത്തത്തിൽ പോയി, പിന്നെ 18 കൊല്ലം. ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളൊരു പിടിയും കിട്ടുകയില്ല. ഞാൻ പറയുന്നതൊന്ന് കേട്ടാൽ ചിലപ്പോൾ കുറച്ചുകൂടെ 1-2 കേൾക്കുമ്പം വ്യക്തമായെങ്കിൽ പിന്നെ ബാക്കി പറയണമെന്നുമില്ല. അപ്പോൾ അതെന്താ അവിടെ സംഭവിച്ചതെന്നുള്ളതും, എങ്ങനെയാണ് ഇവർ അടിമത്തത്തിൽ പോയതെന്നുള്ളതും, എന്താണ് അവരുടെ വിശ്വാസത്യാഗം എന്നുള്ളതും ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി. കാരണം ഇതുപോലെയാണ് നമ്മളും പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടുന്നത്. ദൈവം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യരുത്. പക്ഷേ എങ്ങനെയാണ് ഇവർ അബദ്ധത്തിൽപ്പെട്ടത്? അത് പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ തന്നെയാണ് നമ്മളും അബദ്ധത്തിൽ ആകുന്നത്, അപകടത്തിലാകുന്നത് എന്ന് കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് 6 സന്ദർഭങ്ങളെക്കുറിച്ചും ചെറിയ ചില പരാമർശങ്ങൾ മാത്രം നടത്താനായിട്ടാണ് ഞാൻ ഇന്ന് സമയം എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ദൈവം വളരെ വീക്കായിട്ടുള്ള കാര്യങ്ങളെയാണ് ഉപയോഗിച്ചതെന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടാവും. അതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടതയുടെ വലിപ്പം നമ്മൾ കണ്ടു. എത്ര പ്രാവശ്യം അവർ ദൈവത്തെ വിട്ടുമാറുന്നു, പിന്നെയും ദൈവം തിരുത്തുന്നു, വീണ്ടും വിട്ടുമാറുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ക്ലോസ് ചെയ്തത് ഓർക്കുന്നുണ്ടാവും. ഈ ന്യായാധിപന്മാരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അതുകൊണ്ട് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. അതിൽ വിധേയപ്പെടാനാണ് ഇവർക്ക് കുഴപ്പമുണ്ടായത്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഈ കാര്യം പുനഃപരിശോധിക്കുന്നത്, ഈ പുസ്തകം നന്നായിട്ട് പഠിക്കുന്നതിനും നമ്മളുടെ ജീവിതത്തിലുള്ള അബദ്ധങ്ങളെ, എനിക്ക് ഈ പുസ്തകം പഠിപ്പിക്കുന്നതിനേക്കാൾ താല്പര്യം, നിങ്ങൾക്കൊരുപക്ഷെ അറിയാമായിരിക്കും, നമ്മുടെ ജീവിതത്തെ ഈ പഠിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ എങ്ങനെ തിരുത്താം, ക്രമപ്പെടുത്താം. കാരണം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. നമ്മൾ പുസ്തകം എല്ലാം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചപ്പം ഉറക്കം തൂങ്ങിയവരെല്ലാം കൈവെക്കുക, നിങ്ങളെല്ലാം സ്വർഗത്തിൽ നിന്ന് പുറത്ത് എന്ന് ദൈവം പറയുമോ? എങ്കിൽ 6 സന്ദർഭങ്ങളിൽ
ആരൊക്കെയാണ് ഭരണം നടത്തിയത്, എല്ലാവരുടെയും പേര് കൃത്യമായിട്ട് പറയുക. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാകുമോ? ഇല്ല, അതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് ക്രോണോളജിക്കൽ ഓർഡർ അല്ല, നമ്മളൊന്നും കണ്ണടച്ച് പോകുന്നതല്ല, അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ മനുഷ്യജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ ആത്മീയമായിട്ട് കർത്താവിൻ്റെ കൂടെ ഹൃദയനിർണയത്തോടെ ശരിയായ തീരുമാനങ്ങളെടുത്ത് പോകുന്നുണ്ടോ, അതോ ഇടയ്ക്കൊക്കെ ഇമ്പൾസീവായിട്ടുള്ള തീരുമാനങ്ങൾ, വൈകാരികമായിട്ടുള്ള പെട്ടെന്ന് പ്രകോപനപരമായ തീരുമാനങ്ങളെടുത്ത് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാതെ വചനവിരുദ്ധമായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം കൂടുതൽ ഗൗരവത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആകെ തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്നുള്ളത് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കാം. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബ്യൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അപ്പോൾ ഇസ്രായേൽ മക്കൾ പാർത്തത് തന്നെ നോക്കുക. അവർ ഒറ്റയ്ക്ക് പോയി ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തല്ല പാർത്തത്. അവരുടെ ചുറ്റും ആരൊക്കെ ഉണ്ടായിരുന്നു? കനാന്യരുണ്ടായിരുന്നു, ഹിത്യരുണ്ടായിരുന്നു, അമോര്യരുണ്ടായിരുന്നു, പെരിസ്യരുണ്ടായിരുന്നു, ഹിവ്യരുണ്ടായിരുന്നു, യബൂസ്യർ ഉണ്ടായിരുന്നു. എന്തിനാ ഇവരെയൊക്കെ വെച്ചിരുന്നത്? 4-ാം വാക്യം മുകളിലോട്ട് കയറി. മോശ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിയുവാനായിരുന്നു ഇവരെ വെച്ചിരുന്നത്. ഇവരെ വെച്ചിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഇടയിൽ നമ്മൾ ഇരിക്കുമ്പോൾ മാത്രമേ നാം ദൈവത്തെ അനുസരിച്ച് നടക്കുമോ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകുമോ എന്നാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരും ഇല്ലെങ്കിൽ പിന്നെ കാര്യം വളരെ എളുപ്പമാണ് അല്ലേ? നമ്മുടെ ചുറ്റുമൊന്നും ആരുമില്ല, നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല, എതിർക്കാനും ഒന്നും ആരും ഇല്ലെങ്കിൽ ജീവിതം വളരെ അല്ലെങ്കിൽ കാട്ടിപ്പോയി തപസ്സനുഷ്ഠിച്ച് ആത്മീയത തെളിയിക്കാൻ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. വീട്ടിലൊരു ഭാര്യയും പിള്ളേരും നാട്ടിലെ ആളുകളും അവർ തന്നെ നമ്മെ അനുസരിക്കാത്തവരും ഒക്കെ ആയിട്ട് മാറുമ്പോഴാണ് ഈ ജീവിതം കൂടുതൽ ദുഷ്കരമായിട്ട് വരുന്നതെന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ലോക ജീവിതത്തിൽ എല്ലാതരം ആളുകളും ഉണ്ടാവും. ഈ തലമുറ തന്നെ എങ്ങനെയുള്ളതാണ്? വക്രതയും. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇടയ്ക്ക് പെട്ടെന്നൊരു ചോദ്യം വന്നപ്പോഴത്തേക്ക് ആളുകൾക്ക് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പത്രോസ് തൻ്റെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയെന്നാണ്. ആ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്നർത്ഥമില്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു എന്നർത്ഥമില്ല എന്നൊന്നും അർത്ഥമില്ല. പക്ഷേ ഇതെല്ലാം ആകുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ള തലമുറ എങ്ങനെയുള്ള തലമുറയാണ്? വക്രതയും. അതുകൊണ്ട് അതിനെ ദൈവം മാറ്റുന്നില്ല. അതുകൊണ്ടാണ് ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണമെന്നല്ല, ഇവർക്ക് ലൗകികത വരാതെ ഇവരെ സൂക്ഷിക്കണം എന്നാണ് കർത്താവും പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് പത്രോസിൻ്റെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 2-ൽ വായിച്ചാൽ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് ഇവരെ രക്ഷിക്കണം. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒരർത്ഥം പല ആംഗിളിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പം ഒരർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വക്രത നമ്മളെ ബാധിക്കാതിരിക്കുക, ഈ കോട്ടം നമ്മളെ ബാധിക്കാതിരിക്കുക. അപ്പോൾ ദൈവം തന്നെ ഇസ്രായേൽ മക്കൾക്ക് ചുറ്റും ആരെയൊക്കെ വെച്ചിരുന്നു? കുറേ ജാതികളെ വെച്ചിരുന്നു. പേര് പറയാൻ വിഷമമാണെങ്കിൽ കുറേ ജാതികൾ എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. കുറേ ജാതികളെ വെച്ചിരുന്നു. ഇവരെയൊക്കെ വെച്ചിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവരെ പരീക്ഷിച്ച് അറിയാൻ, ഇവരുടെ നടപ്പ് പോലെ ഇവർ നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ. നമുക്കൊരു പേജ് പുറകോട്ട് മറിച്ചാൽ യോശുവയുടെ പുസ്തകം കിട്ടും. 1-2 പേജ് പുറകോട്ട് മറിച്ചാൽ യോശുവയുടെ പുസ്തകം കിട്ടും. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിച്ചാൽ, യോശുവ 23:12 വായിച്ചാൽ, അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹബന്ധം ചെയ്യുകയും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ, നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കി കളയുകയില്ലെന്നും നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയായും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളുമായിരിക്കുമെന്നും അറിഞ്ഞുകൊള്ളുവിൻ. 11-ാം വാക്യം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പീൻ. ഇതാണ് ദൈവം നമ്മോട് പറയുന്നത്. ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവത്തെ മാത്രം സേവിപ്പാൻ ഏറ്റവും ജാഗ്രതയായിട്ടിരിക്കണം. അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും. അപ്പോൾ മനസ്സിലായോ? ഒരു പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ മിസ്റ്റേക്കണാകുന്നത് എവിടെയാണ്? മാര്യേജ് റിലേഷൻസിലാണ്. ചുറ്റും ഇത്രയും ജാതികളൊക്കെ ഇരിക്കുമ്പോൾ ഈ കൂട്ടത്തിലൊക്കെ
സുന്ദരന്മാരും സുന്ദരികളുമൊക്കെ ഉണ്ടാകും. ആളുകളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ പ്രമാണങ്ങളൊക്കെ മറന്നുപോകും. ഞാനൊന്നുകൂടെ വേണമെങ്കിൽ ആവർത്തിക്കാം, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്. പ്രത്യേകിച്ച് വിവാഹബന്ധത്തിൽ. വിവാഹം ഒരു വല്ലാത്ത ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലെന്ന് എനിക്ക് അറിയാമെങ്കിലും ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോകുന്നത്, ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും ചില രാജാക്കന്മാരൊക്കെ ഇത് എൻഡേഡ് ഇൻ ടു എ മാരേജ് അലയൻസ് അല്ലേ, നമ്മൾ വായിച്ചിട്ടുണ്ടാവും. മാരേജ് അലയൻസ് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ശത്രുത ഒഴിവാക്കാൻ. കല്യാണം കഴിച്ച് ബന്ധത്തിലായി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ആക്രമിക്കുമെന്ന് പേടിക്കണ്ട, നമ്മൾ രണ്ടും സ്നേഹത്തിലായി. അതുകൊണ്ട് മാരേജ് അലയൻസ്, വിവാഹബന്ധം എന്ന് പറയുന്നത് രാജാക്കന്മാരെല്ലാം എല്ലാ കാലഘട്ടത്തിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയാണ്. സ്നേഹബന്ധം ഉണ്ടാക്കാനും ശത്രുക്കളെ ഒഴിവാക്കാനും അഭിവൃദ്ധി ഉണ്ടാകാനും നന്മ വരാനും ഒക്കെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ചിലർ കല്യാണം കഴിച്ച് മിടുക്കന്മാരായതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മനസ്സിലായില്ല, ഞാൻ വേദോസ്തത്തിലെ കാര്യമല്ല പറഞ്ഞത്. കല്യാണം കഴിച്ചപ്പോൾ സ്ത്രീധനമായിട്ട് കിട്ടിയ കാറും സ്ത്രീധനമായിട്ട് കിട്ടിയ വീടും എല്ലാം, അമ്മായി അപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം എന്ന് പറഞ്ഞതുപോലെ അമ്മായിയപ്പനുമായിട്ടുള്ള ബന്ധം വന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിനും കാഴ്ചപ്പാടിനും ഒക്കെ ഒരു ഭയങ്കര മാറ്റം നമ്മളുണ്ടാക്കിയത് കൊണ്ടല്ല. അതുകൊണ്ടായിരിക്കും യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കല്യാണ നിശ്ചയം കഴിഞ്ഞ് സ്വന്തമായിട്ട് വീടുണ്ടാക്കി സ്വന്തമായിട്ട് ജോലി ഉണ്ടാക്കി ഈ പെണ്ണിനെ പുലർത്താൻ ഉള്ള പ്രാപ്തി ആകുമ്പോൾ മാത്രമേ, അതുകൊണ്ടാണ് ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊരു ഗ്യാപ്പ് കൊടുക്കുന്നത്. നമ്മളങ്ങനെയല്ല, നമ്മൾ സ്ത്രീധനം മേടിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പലപ്പോഴും ഗ്രഹിക്കാനായിട്ട് പറ്റുന്നില്ല. സ്ത്രീയാണ് ധനം. ആ സ്ത്രീയെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിലെ രീതി അനുസരിച്ച് പണം എങ്ങോട്ട് കൊടുക്കണം? സ്ത്രീകൾക്ക് കൊടുക്കണം. ഇവരെൻ്റെ കൂടെ കൂടുമെന്ന് വിചാരിച്ചാൽ ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പണവും സ്ത്രീയെയും കൂടെ കൊടുക്കണമെന്നല്ല. ഈ കുഞ്ഞിനെ വളർത്തി ഇത്രയാക്കി നല്ലൊരു കൊച്ചിനെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പം അങ്ങോട്ട് പണം. അല്ല, നിങ്ങൾ വേദോസ്തവം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓരോരുത്തർ ദാവീദൊക്കെ പറയുന്നുണ്ട്, ഇന്നത് കൊടുത്ത് ഞാൻ സമ്പാദിച്ച, അങ്ങോട്ട് കൊടുത്ത, അല്ലാതെ ഇങ്ങോട്ട് മേടിച്ചിട്ടല്ല. അപ്പോൾ അത് വിവാഹ സംബന്ധം എന്ന് പറയുന്ന ഒരു വല്ലാത്ത സാധനമാണെന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതിൽ കൂടി നമ്മളിങ്ങനെ പല ആനുകൂല്യങ്ങളൊക്കെ പറ്റുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ആത്മീയ വിശുദ്ധിയും വേർപാടും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഇതൊക്കെ മേടിച്ച് കഴിയുമ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ദേ ബോട്ട് എ ഹസ്ബൻഡ് ഓർ ബോട്ട് എ വൈഫ് എന്നൊക്കെ ചിലപ്പോൾ പറയുന്ന പോലെ, ഒരു ഭാര്യയെ മേടിച്ചു, ഭർത്താവിനെ മേടിച്ചു എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ അവരുടെ ആശയങ്ങളും ഒക്കെ നമ്മൾ മേടിച്ച് കാണും. അതുകൊണ്ട് വിവാഹ സംബന്ധമൊക്കെ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതപ്രകാരം നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞത്. 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വായിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 4ലേക്ക് നിങ്ങളെ കൊണ്ടുപോയി. നമുക്ക് മുമ്പോട്ട് പോകാം. 5, 6, 7, 8 വായിക്കാമെന്നാണ് പറഞ്ഞത്. 5, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും. കണ്ടോ? അപ്പോൾ എന്താ സംഭവിച്ചത്? എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ യോശുവയുടെ പുസ്തകത്തിലെ വാക്യം വായിച്ച് കേൾപ്പിച്ചത്. നേരത്തെ നമ്മളിവിടെ 4-ാം വാക്യത്തിൽ പറഞ്ഞത് മോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോശ മാത്രമാണോ പറഞ്ഞത്? പിന്നെ ആര് പറഞ്ഞായിരുന്നു? യോശുവയും പറഞ്ഞായിരുന്നു. മുമ്പിലത്തെ പാസ്റ്ററും പറഞ്ഞായിരുന്നു, ഇപ്പോഴത്തെ പാസ്റ്ററും പറഞ്ഞായിരുന്നെന്ന്. 2 പാസ്റ്റർമാർ പറഞ്ഞിട്ടും വിശ്വാസികൾ കേട്ടിട്ടില്ല എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. പാസ്റ്ററൊക്കെ അങ്ങനെ പലതും പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ പോകണം എന്നിപ്പോൾ പറയുന്നത് പോലെ ഇസ്രായേൽ മക്കളോട് ഇവരെ പുറപ്പെടുവിച്ച മോശയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കനാൻ ദേശത്ത് കൊണ്ടുവന്നാക്കിയ യോശുവയും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ യോശുവയുടെ പുസ്തകത്തിലെ വാക്യം വായിപ്പിച്ചത്. പക്ഷേ ഇവരെന്ത് ചെയ്തു? അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിരുന്നെങ്കിലും കുറച്ച് കുഴപ്പം കുറയ്ക്കാമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു രീതി ഞാൻ പറയുകയാണെങ്കിൽ, കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ കൊല്ലങ്ങളിലൊക്കെ പുത്രിയും പുത്രനും ഒക്കെ വളരെ വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാണ്, 5 കൊല്ലമായില്ലേ ഞാൻ നിങ്ങളുടെ പള്ളി വരുന്നു. ഒറ്റ പ്രാവശ്യം ഒന്നും ഇതുവരെ ചേട്ടാ ഒറ്റ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ പള്ളിയിൽ, ഞങ്ങളുടെ അമ്പലത്തിൽ വന്നിട്ടില്ല. വന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ്റെ മനസ്സ് അലിഞ്ഞു പോകും, അല്ലെങ്കിൽ ചേട്ടത്തിയുടെ മനസ്സ് അലിഞ്ഞു പോയിട്ട് പതുക്കെ അങ്ങോട്ട് പോകും. അങ്ങനെ 1 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചെന്നാണ് പറഞ്ഞത്? അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, നമ്മൾ കുറച്ചുകൂടെ ഒരു പ്രശ്നം വന്നത് അവരുടെ വിവാഹ ബന്ധങ്ങളാണ്. പ്രശ്നം കാണാൻ വേണ്ടി ഇനി പറയുന്നു. ഒരു പ്രശ്നം വന്നത് വിവാഹ ബന്ധങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അവർ ദേ എൻറ്റേർഡ് ഇൻ ടു ട്രേഡ്.
അവർ വ്യാപാരത്തിലും വാണിജ്യത്തിലും ഒക്കെ പ്രവേശിച്ചു. കാരണം എല്ലാ സാധനങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഏതെങ്കിലും രാജ്യമുണ്ടോ അവർക്ക് ആവശ്യമുള്ള എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്? ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ട്രേഡ് വരുന്നത്. ഉള്ളത് അങ്ങോട്ട് കൊടുക്കുന്നു, ഇല്ലാത്തത് ഇങ്ങോട്ട് വാങ്ങുന്നു. ഈ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാധനങ്ങൾ മാത്രമല്ല വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, ആശയങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. ആശയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്ഡ് ആകും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അവരുടെ ബൗണ്ടറികൾ ആശയങ്ങളുടെ കാര്യത്തിലും സാധനങ്ങളുടെ കാര്യത്തിലും വിവാഹത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വയലേറ്റഡ് ആയിട്ട് അവർ അയൽവക്കക്കാരൻ്റെ ദൈവത്തെയും അയൽവക്കക്കാരൻ്റെ ആശയങ്ങളെയും ഒക്കെ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. ഏഴാം വാക്യം വായിച്ചാൽ, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു. കണ്ടോ, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നമ്മൾ ഓടിച്ച് വായിച്ചു പോകുമ്പം എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായി കാണും എന്നൊരു ചെറിയ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ ഞാൻ അതുകൊണ്ട് ഇത് വായിപ്പിക്കാമെന്ന് പറഞ്ഞത്. അവർ ദൈവത്തെ എന്ത് ചെയ്തു? മറന്നു. ഇനി അതും പോട്ടെ, കൂടാതെ എന്ത് ചെയ്തു? ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. അപ്പം ദൈവത്തെ മറന്നു. ജാതികൾ ഇതുവരോട് ആവർത്തിച്ച് പറഞ്ഞു വിട്ടിരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പിന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എപ്പോഴും നിങ്ങളുടെ ക്ലാസ്സിൽ ഉദ്ധരിക്കാറുള്ളൊരു കാര്യമാണ്. നിങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തുള്ള ദേവന്മാരെയും ചെന്ന് ചേരുന്ന സ്ഥലത്തുള്ള കാര്യങ്ങളും ദൈവങ്ങളെയും ഒന്നും കണ്ട് പഠിക്കരുത്. ഓർക്കുന്നുണ്ടോ? ഇപ്പം ലേവ്യ 18-ാം അധ്യായത്തിൻ്റെ നിങ്ങൾ പാർത്തിരുന്ന മിസ്രൈം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ പോകുന്ന കാനാൻ ദേശത്തെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എന്റെ വിധികളെ അനുസരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. അല്ലാതെ നിങ്ങൾ അവിടെ കണ്ടതും ഇവിടെ കണ്ടതും ആരെങ്കിലും പറഞ്ഞു കേട്ടതും കണ്ട് കിട്ടിയതും ഒന്നും നിങ്ങൾക്ക് അനുസരിക്കാനുള്ളത് അല്ല എന്ന് ആവർത്തിച്ച് ദൈവം, ലേവ്യ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇവരെ വിടുവിച്ച കാലം മുതൽ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവരെ വിടുവിച്ച സമയം മുതൽ ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ആരാധനയ്ക്കുള്ള സ്ഥലമൊക്കെ കൊടുത്തപ്പോഴൊക്കെ ദൈവം നിഷ്കർഷിച്ച ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇപ്പോഴും നമ്മളെപ്പോഴും കേൾക്കുന്നു വേർപാടും വിശുദ്ധിയും, അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പാസ്റ്റർമാർ ഇത് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുകയില്ലെന്ന് എനിക്കറിയാം. എന്താണ് എല്ലാവരും നിർബന്ധിക്കുന്നത്? വേർപാടും വേണം, വിശുദ്ധിയും വേണം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. വേർപാടെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് വേണ്ടി വേർപെട്ടതായിരിക്കണം. വിശുദ്ധി എന്ന് പറഞ്ഞാലും അശുദ്ധമായതൊന്നും ഞാൻ തൊടുന്നില്ല, ഞാൻ ദൈവത്തിൻ്റേത് മാത്രമാണ്, ഞാൻ വേറെ ആർക്കും ഉള്ളതല്ല. ഐ ബിലോങ് ടു ഗോഡ്. പിശാചിന് എന്നെ കിട്ടുകയില്ല, ലോകത്തിന് എന്നെ കിട്ടുകയില്ല, ഈ തലമുറയ്ക്ക് എന്നെ കിട്ടുകയില്ല, അയൽവക്കക്കാർക്ക് എന്നെ കിട്ടുകയില്ല. ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ ദൈവത്തിനുള്ളതാണ്. എന്നെ വാങ്ങിയത് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടോ ആശയങ്ങളെ കൊണ്ടോ സാധനങ്ങളെ കൊണ്ടോ ഒന്നുമല്ല. യേശു തൻ്റെ ജീവൻ മറുവിലയായിട്ട് കൊടുത്ത് തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ബിലോങ് ടു ഹിം. നമ്മൾ അവനുള്ളവരാണ്. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി, നാം അവനുള്ളവർ. ഇത് നമ്മൾ മറന്നു പോകുമ്പോൾ അതാണ് ദൈവത്തെ അവർ മറന്നു എന്ന് പറഞ്ഞത്. ദൈവത്തെ മറക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം ഇപ്പോൾ അവർ വായിക്കുന്നില്ല, അത് ഓർക്കുന്നില്ല. അവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓർമ്മയായി അധപ്പതിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് റിയാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളും അവർ പറയുന്ന ആശയങ്ങളും. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞു കാണും, ഈ കരിയാപ്പില എങ്ങനെ ഉണ്ടായെന്നറിയാമോ? ഇത് ഞങ്ങൾ ദേവൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിട്ട് നട്ടപ്പോഴാണ്. നിങ്ങളുടെ ദൈവത്തിന് അതിന് വല്ലതും കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ കരിയാപ്പിലയും മേടിച്ച് കാണും. കരിയാപ്പില ഏത് വാക്യത്തിലാണ് കിടക്കുന്നതെന്ന് ചോദിക്കരുത് കേട്ടോ. അവർ കരിയാപ്പിലയും മേടിച്ച് കാണും, ആ ദേവൻ്റെ ഒരു ചെറിയ പ്രതിമയും മേടിച്ച് കാണും. ഇത് രണ്ടും കൂടെ കൊണ്ടുപോയി ആ കരിയാപ്പില എവിടെ നട്ടു, ദേവനെ ഇങ്ങേപ്പുറത്തും വെച്ചു എന്നർത്ഥം. അപ്പോൾ ഇതുപോലെ ഓരോരോ ഇടപാടുകളിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണമെന്നായി പറഞ്ഞത്. ഓരോന്ന് കൊടുക്കുകയും വാങ്ങുകയും വായ്പ എടുക്കുകയും കച്ചവടം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ, ഈ കച്ചവടത്തിൻ്റെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ കട തുറക്കുമ്പോൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കട തുറക്കുന്നതിന് മുമ്പ് പോയി നിൽക്കുകയാണെങ്കിൽ, നമ്മളവിടെ നിൽപ്പുണ്ടെങ്കിൽ കട തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അവരൊരു സാധനവും തരികയില്ല. അവിടെ ഇത്തിരി പണികളൊക്കെ ചെയ്യാനുണ്ട്. എന്ത് പണിയാണ് ചെയ്യാനുള്ളത്? അവിടെ ചില വിഗ്രഹങ്ങളും പൂജകളും കർമ്മങ്ങളും ഒക്കെ കാണും. ചിലരൊക്കെ ഞാൻ അവിടെ ഏത്ത വിടുന്നവരെ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊന്നും അവർക്കൊരു വിഷയമില്ല. നമുക്കാ വിഷയം. അവർക്ക് യാതൊരു വിഷയമില്ല. അവരിതെല്ലാം ചെയ്തിട്ടല്ലാതെ എത്ര പേരവിടെ നിൽപ്പുണ്ടെങ്കിലും കട തുറന്ന് സാധനങ്ങൾ കൊടുക്കുകയോ അവരത്രയും കാര്യമായിട്ടാണ് ഈ കാര്യങ്ങളെയൊക്കെ. ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ദെയർ പ്രോസ്പിരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദിസ് പർട്ടിക്കുലർ ഡയറ്റി. ഈ ദേവനാണ്, ഈ വിഗ്രഹമാണ്, അല്ലെങ്കിൽ ഈ പിക്ചറാണ്, അല്ലെങ്കിൽ ഈ അറബി എഴുത്ത് വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ സാധനങ്ങളാണ് അവരെ പിടിച്ചു നിർത്തുന്നതെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് അവർ ഈ കടയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ശരിയാക്കാതെ വേറൊരു കാര്യത്തിനും
പിന്നെ തിരിയൊക്കെ കത്തിച്ച് എല്ലാം റെഡിയാക്കി സാമ്പ്രാണിയും കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കിങ്ങോട്ട് തിരിഞ്ഞ് സാറെന്തിനാ വന്നതെന്ന് ചോദിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇത് 10 ദിവസം കണ്ടു കഴിയുമ്പം നമുക്കും ചെതുക്കെ ഒരു തോന്നലുണ്ടാകും, ഇതിനകത്ത് എന്തെങ്കിലും അല്പം കാര്യം കാണും, ഇല്ലെങ്കിൽ ഇത്രയൊക്കെ ഇവർ ചെയ്യുമോ. നമുക്കാണെങ്കിൽ നമ്മുടെ കാര്യം ചെയ്യാനും പറയാനും അത്രയ്ക്കൊരു ധൈര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ഇതാണ്, സ്ഥിരം ഈ പരിപാടികളൊക്കെ കണ്ട് അവരുടെ ഹൃദയം മറിഞ്ഞുപോയി. ഭാര്യമാർ കുറേയൊക്കെ മറിച്ച് കളഞ്ഞു, കുറേയൊക്കെ ഇവർ കണ്ട് മറിഞ്ഞുപോയി. ഏതാണെങ്കിലും ദൈവം ഇവരെയൊക്കെ അങ്ങ് മാറ്റി ഇവരെ ക്ലിയറായിട്ട് വെക്കാതിരുന്നത് എന്തിനാണ്? ഇവരെ പരീക്ഷിച്ച് അറിയേണ്ടതിന്. അപ്പോൾ ദൈവം നമ്മളും ചിലപ്പം എന്തിനാ ഇവിടെ കൊണ്ടുവന്ന ദൈവം ഈ സാഹചര്യത്തിലിട്ടത്, ഈ വീട്ടിൻ്റെ അടുക്ക തന്നെ ഞാൻ വന്ന് താമസിക്കണമായിരുന്നോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ താമസിക്കണമായിരുന്നു. ദൈവത്തിന് അതിനൊരു ഉദ്ദേശം ഉറപ്പുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഇവിടെയൊക്കെ തന്നെ നമ്മളെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, നിഷ്കളങ്കർ, അനിന്യർ, പരമാർത്ഥികൾ, എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുന്നവർ ആകുമോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ മക്കൾ അവിടെ ഫെയിൽ ചെയ്തു. അവർ പിന്നെയും കുറഞ്ഞ് താണുപോയി. കഴിഞ്ഞ ആഴ്ചയിൽ സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. 106-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചല്ലോ, അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ വഴികളെയെല്ലാം പഠിച്ചു, എന്നിട്ട് ഇടയ്ക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വാക്യം എല്ലാവരും ഓർക്കുന്നുണ്ടോ? 106-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചായിരുന്നു. 30-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ വായിച്ചായിരുന്നല്ലോ. മെരീബ വെള്ളത്തിങ്കിലും അവർ എന്നെ കോപിപ്പിച്ചു, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. അവർ എൻ്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവർ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. യഹോവ തങ്ങളോട് നശിപ്പിക്കാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. അവർ ജാതികളോട് ഇടകലർന്നു. ജാതികളെ നശിപ്പിച്ചില്ല, ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു. അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു. അവ അവർക്കൊരു കെണിയായി തീർന്നു. അതൊരു കെണിയായി തീർന്നു. ഇത് സങ്കീർത്തനത്തിൽ പറഞ്ഞത് ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇടകലർന്നു, വിഗ്രഹങ്ങളെ സേവിച്ചു, അതവർക്കൊരു കെണിയായി തീർന്നു. അപ്പോൾ ഇത് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇങ്ങനെ സംഭവിച്ചപ്പോൾ 8-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ റിശാഥയീമിന് വിറ്റുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂശൻ റിശാഥയീമിനെ 8 സംവത്സരം സേവിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെന്നസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവൻ അവരെ രക്ഷിച്ചു. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രായേൽ ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ യഹോവ മെസൊപ്പൊത്താമ്യയിലെ രാജാവായ കൂശൻ റിശാഥയീമിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ കൂശൻ റിശാഥയീമിനെ ജയിച്ചു. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥത ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ പ്രശ്നത്തിൽ നിന്ന് വല്ലാത്തൊരവസ്ഥയിൽ എത്തിയപ്പോൾ അവർ ദൈവത്തോട് നമ്മൾ 2 ചാർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ചാർട്ടിനകത്ത് അവർ പാപം ചെയ്തു, നിലവിളിച്ചു, ദൈവം കേട്ടു, അവരെ രക്ഷിച്ചു എന്നൊക്കെ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, അവർ നിലവിളിച്ചു, ദൈവം ഒരു നേതാവിനെ എഴുന്നേൽപ്പിച്ചു, ന്യായാധിപനെ എഴുന്നേൽപ്പിച്ചു, യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അങ്ങനെ അവർക്ക് എത്ര നാളത്തെ സ്വസ്ഥത ഉണ്ടായി? 40 കൊല്ലത്തെ സ്വസ്ഥത ഉണ്ടായി. ഈ 40 കൊല്ലത്തെ സ്വസ്ഥത കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു കാണും എന്ന് ചിന്തിക്കുന്നു. 40 കൊല്ലം സ്വസ്ഥത ഉണ്ടായി. 12-ാം വാക്യം വായിച്ചു നോക്കിയേ. 2-ാമത്തെ സംഭവത്തിലേക്ക് നമ്മൾ കയറുകയാണ്. കെന്നസിന്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ഈ 2 വാക്കേ അവിടെ ഉള്ളൂ. ഒന്ന് 40 കൊല്ലം സ്വസ്ഥത ഉണ്ടായെന്നും, ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നുമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ടല്ലോ, പിന്നെ വേറെ പുസ്തകങ്ങളുണ്ടല്ലോ. അതെല്ലാം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ഇത് ലോങ് പീരിയഡ് ഓഫ് പീസ്. 40 കൊല്ലം എന്ന് പറഞ്ഞപ്പം ഒരു അരനൂറ്റാണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഒരു 40 കൊല്ലം സ്വസ്ഥത ഉണ്ടായെന്ന് വായിക്കുമ്പോൾ 40 കൊല്ലം സ്വസ്ഥത ഉണ്ടായി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊന്നും. പക്ഷെ നിങ്ങൾ 40 കൊല്ലം ഒന്ന്, ഞാൻ ഇവിടെ ആലുവായി വന്നിട്ട് ഏതാണ്ട് 50 കൊല്ലം ആകുന്നു. ഞാൻ വന്നപ്പോൾ ഉള്ള ആലുവയല്ല ഇന്നിപ്പോഴത്തെ. നിങ്ങൾ എറണാകുളത്ത് വന്നിട്ട് എത്ര കൊല്ലമായി? ഇപ്പം പഴയ എറണാകുളമാണോ ഇപ്പോഴത്തെ എറണാകുളം എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വല്ല വ്യത്യാസം വരുന്നുണ്ടോ? സോ ഓവർ ദ 40 years പീരിയഡ് ലോട്ട് ഓഫ് ചേഞ്ചസ് കെയിം ഇൻ ദിസ് പർട്ടിക്കുലർ ഏരിയ. ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്ത് 40 കൊല്ലം കൊണ്ട് അവർക്ക് സമാധാനമായിരുന്നതുകൊണ്ട്, അവർക്ക് അഭിവൃദ്ധി ആയിരുന്നതുകൊണ്ട്, അവർക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നതുകൊണ്ട് രാജ്യം നന്നായിട്ട് പുരോഗമിച്ചു എന്നൊക്കെ അതിനകത്ത് വരികൾക്കിടയിൽ കാര്യങ്ങൾ കിടപ്പുണ്ട് എന്ന് നിങ്ങളെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് വായിപ്പിക്കുന്നത്. അങ്ങനെ ലാൻഡ് പ്രോസ്പിരിറ്റിയിലേക്ക് പോയപ്പോൾ
രാജ്യം അഭിവൃദ്ധിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു കാണും? അവർ ആത്മീയമായിട്ട് അധപ്പതിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൗദ്ധികത, ഇൻ്റലക്ച്വൽ ബ്രില്യൻസ് ഉണ്ടായപ്പോൾ ആത്മീയമായിട്ട് അധപ്പതനം, സ്പിരിച്വൽ ഇഗ്നറൻസ്. ഇവർക്ക് ഭൗതികമായിട്ടുള്ള വലിയ ഉന്നമനം ഉണ്ടായെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിനെതിരായിട്ട് പറയേണ്ടി വരുന്നത്. ദൈവം പ്രോസ്പെരിറ്റി തരുന്നവനാണെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ പ്രോസ്പെരിറ്റി എപ്പോഴും അത്ര വെരി ഗുഡ്, അത്രയും തിരിച്ചറിവുണ്ടെങ്കിൽ സ്തോത്രം. ഈ പ്രോസ്പെരിറ്റി എപ്പോഴും നമ്മുടെ കണ്ണ് അടയ്ക്കുന്ന ഒരു സാധനമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹിച്ചോട്ടെ, ഇപ്പോൾ അതിന് നമ്മൾ തടസ്സമൊന്നും നിൽക്കണ്ട. ബാലൻസ്ഡ് എപ്പോഴും നല്ലത്. ജീവിതത്തിൽ മലയാളികൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം, അല്ലേ? ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, അഭിവൃദ്ധിയും കാണും, കഷ്ടത. അതുകൊണ്ടുള്ള പൗലോസ് പറയുന്നത്, എനിക്ക് സമൃദ്ധിയിലിരിക്കാനും അറിയാം, ദാരിദ്ര്യത്തിലിരിക്കാനും അറിയാം, പട്ടിണിയിലിരിക്കാനും അറിയാം. എന്ത് കർത്താവ് തരുന്നോ അതൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ അതല്ല. ഞങ്ങൾക്ക് പട്ടിണി വേണ്ട, ദാരിദ്ര്യം വേണ്ട, ബുദ്ധിമുട്ട് വേണ്ട, ഞെരുക്കം വേണ്ട എന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഗോസ്പലും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ആ ദൈവമക്കൾക്ക് ചേർന്നതല്ല. ദൈവമക്കളാണെങ്കിൽ വെച്ചടി വെച്ചടി, അങ്ങനെയല്ലേ പറയുന്നത്? വെച്ചടി വെച്ചടി മുന്നോട്ടിങ്ങനെ കയറി പോവും. അതാണ് ദൈവം നിങ്ങളോടുണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. പക്ഷെ നമ്മൾ വായിക്കുന്ന ദൈവം അവൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് അവൻ ശത്രുക്കളെയൊക്കെ ജയിച്ചെന്നും രോഗത്തെയും ഭൂതത്തെയും പാപത്തെയും ജയിച്ചെന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ വെച്ചടി കാറ് മാറി, വീട് മാറി, അല്ലേ, നാട് മാറി, എല്ലാം ഇങ്ങനെ ഭൗതികമായിട്ട് ഇങ്ങനെ ഉയർച്ച കൂടി വരുന്നത് പലപ്പോഴും നമ്മുടെ ആത്മീയതയെ തളർത്തി താഴെ. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് ഇതെല്ലാം കൂടി കഴിയുമ്പോൾ ഉന്മേഷത്തോടും പരമാർത്ഥതയോടും കൂടെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കായികൊണ്ട് 28-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം, ആവർത്തനം 44-45 വാക്യങ്ങൾ വായിച്ചാൽ എന്താ കാണുന്നത്? ദൈവം മുന്നമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായിക കൊണ്ട് ഈ ശാപമൊക്കെ നിന്റെ മേൽ വരികയും നീ നശിച്ചു പോകും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും. അതിന് മുകളിൽ സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടി സേവിക്കായിക കൊണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഭൗതികമായ വസ്തുക്കൾ കൂടുമ്പോൾ നീ സന്തോഷത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ ദൈവത്തെ സേവിക്കുകയല്ല, ആരാധിക്കുകയല്ല. കാരണം എനിക്കിപ്പോൾ എല്ലാറ്റിനും ആവശ്യത്തിന് ഭൗതിക നന്മകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പം വിദേശത്തും സാമ്പത്തികമായിട്ട് ഉന്നമനത്തെ ഒന്നിക്കുന്ന രാജ്യങ്ങളിലുള്ളൊക്കെ ചെറുപ്പക്കാരോട് ചെന്നിട്ട് ദൈവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരിട്ട് അനുഭവസ്ഥനായതുകൊണ്ട്, ഗോഡ് ഐ ഹാവ് നെവർ തോട്ട് അബൌട്ട് ദാറ്റ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ എൻ്റെ സരസമായ ദൈവം സഹായിച്ചിട്ട് ദൈവത്തെക്കുറിച്ച് ഇന്ന് വരെ ചിന്തിക്കേണ്ടി, ദൈവം സഹായിച്ചിട്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, ഇന്ന് വരെ എനിക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേട് ഉണ്ട്. രോഗം വന്നാൽ ആശുപത്രിയുണ്ട്, ബുദ്ധിമുട്ട് വന്നാൽ ബാങ്കുണ്ട്, കാശില്ലെങ്കിലും ലോണുണ്ട് എന്നല്ലേ പറയുന്നത്. അല്ല, നമ്മുടെ നാട്ടിൽ തന്നെ വായിച്ചു നോക്കിയാൽ 1 രൂപയും കൊണ്ട് വരിക, ബൈക്കും കൊണ്ട് തിരിച്ചു പോകുക. അതാദ്യമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 5 രൂപയും കൊണ്ട് വരിക, കാറും കൊണ്ട് തിരിച്ചു പോകുക. അപ്പോൾ നമ്മളോട് പാസ്റ്റർമാർ പറയുന്നത്, കാറിൻ്റെ ഷോറൂമിലേക്ക് നോക്കിയിട്ട് ഏത് കാറ് വേണമെന്ന് മനസ്സിൽ, 4th dimension ഫെയ്ത്ത് എന്നൊക്കെ പറയും, ഏത് കാറ് വേണമെന്ന് മനസ്സിൽ കാണുക. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, കർത്താവ് കാറ് തരാൻ വേണ്ടിയാണോ വന്നതെന്ന്, അല്ലേ? അത് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. 4 ദിവസത്തിനകം കാറ് നിങ്ങളുടെ, ഞാൻ പറയുന്നത് 4 ദിവസം വേണ്ട, ഒറ്റ ദിവസം മതി. ഇത്രയും ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ടായിരുന്നു. നിങ്ങളുടെ ID കാർഡും കൊണ്ട് ബാങ്കിലോട്ടോ ഷോറൂമിലോട്ടോ ചെന്നാൽ മതി, അവരെ ബാക്കിയൊക്കെ ശരിയാക്കിയതിനേയും കാർ അന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ വന്നതിനേയും. ഈസ് ദിസ് സ്പിരിച്വാലിറ്റി? ഇതാണോ ആത്മീയത? പക്ഷെ പലപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ആത്മീയതയെ വിലയിരുത്തുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് 40 കൊല്ലത്തെ സമൃദ്ധിയുടെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ആത്മീയമായിട്ടുള്ള അധപ്പതനം ഉണ്ടായി. ഈ ആത്മീയമായിട്ടുള്ള അധപ്പതനത്തിൻ്റെ ഫലമായിട്ടാണ് അവർ വീണ്ടും അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നത്. 12-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 12-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിച്ചാൽ, കെനസിൻ്റെ മകനായ ഒന്തിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തുകൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചല്ല. ഈ ന്യായാധിപൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ന്യായാധിപൻ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ബലം പിടിച്ചൊക്കെ ഇവരെ നേരം ചൊവ്വൊക്കെ നടത്തി കാണും. അങ്ങനെ മരിച്ചതോടുകൂടി
രക്ഷപ്പെട്ടു. അല്ലേ? ഒരു സ്ട്രിക്റ്റ് പാസ്റ്റർ ഒന്ന് മാറിക്കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ. ചിലപ്പോൾ സാറുമാർ സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരു സാറിൻ്റെ പീരീഡ് അങ്ങ് തീർന്ന് ബെല്ലടിച്ചവന് ഓഹോ ഒരു ഭയങ്കര ഒരാശ്വാസം പോയി, ഇനി വരാൻ പോകുന്ന സാറ് കുഴപ്പമില്ല, അങ്ങനെ എപ്പോഴും കളിയും തമാശയും നമ്മളെ ഒരു ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമെന്നാ. ഈ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയാണോ കോളേജിൽ പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നിരുന്ന് പരീക്ഷ വന്നപ്പോഴും ഫ്രീ ആയിപ്പോയി, ഒരു കുഴപ്പമുണ്ടായില്ല. മാർക്ക് വന്നപ്പം ഫ്രീ ആയിട്ട് തോറ്റുപോയി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ ന്യായാധിപൻ മരിച്ചു, അതോടുകൂടി ഇവർ ദൈവത്തെ വിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുപോലെ അങ്ങ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 1, 2, 3. യേഹൂദ് മരിച്ച ശേഷം യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹരോശത്തിൽ പാർത്തിരുന്ന സിസേര ആയിരുന്നു. അവന് 900 ഇരുമ്പ് രഥം. നേരത്തെ പറഞ്ഞ ഈ 12-ാം വാക്യത്തിൽ പറഞ്ഞ സംഭവം കഴിഞ്ഞതിന് ശേഷം 18 കൊല്ലം അവർ അടിമത്തത്തിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് വീണ്ടും ഒരു സമാധാനവും ആശ്വാസമൊക്കെ വരുന്നത്. ആശ്വാസം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും പിന്നെ എന്ത് വന്നു കാണും? ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടായി. ഈ ഭൗതിക അഭിവൃദ്ധി ഉണ്ടായപ്പോഴാണ് ആത്മീയ അധപതനം വീണ്ടും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക അഭിവൃദ്ധി അനുഗ്രഹമോ എന്ന് ഒന്നുകൂടെ ചിന്തിക്കാൻ വേണ്ടിയും കൂടി ഞാൻ ഈ പുസ്തകം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരുന്നത്. ഭൗതികമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വേണം. ഈ സദൃശവാക്യം എഴുതിയ ആൾ പറയുന്നുണ്ട്, ഞാൻ തെണ്ടാൻ പോകാതിരിക്കേണ്ടതിന് എന്നെ ദരിദ്രനുമാക്കരുത്, ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് എന്നെ ധനികനുമാക്കരുത്. എനിക്ക് അന്നന്ന് ആവശ്യമുള്ളത് നമുക്ക് അത്രയും പോകണ്ടായിരുന്നു. കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ പഠിപ്പിച്ചത് തലമുറകൾ അനുഭവിക്കാനുള്ള അപ്പോൾ എല്ലാം കർത്താവെ സ്റ്റോക്ക് ചെയ്ത് തന്നേക്കണേ എന്നാണോ പ്രാർത്ഥിക്കാൻ? അല്ല, പിന്നെന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? അന്നന്ന് ഗിവ് us ദിസ് ഡേ മൈ ഡെയിലി ബ്രെഡ് എന്നാണ് പറഞ്ഞത്. ഇന്ന് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന അപ്പം തന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് പിന്നെ പിറ്റേ ദിവസം ദൈവം വേണ്ട. കാരണം തലമുറകൾക്ക് വേണ്ടതെല്ലാം നേടിയിട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ ദൈവത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയോ ആവശ്യം നമുക്ക് തോന്നുകയില്ല. പിന്നെ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ഒന്ന് ദൈവത്തെക്കുറിച്ച് ഓർക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് അഭിവൃദ്ധി പലപ്പോഴും അപകടമാണെന്ന് ഈ പുസ്തകം നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് നിങ്ങളൊന്ന് പഠിച്ചാൽ, അഭിവൃദ്ധി മീൻസ് ഭൗമിക അഭിവൃദ്ധി. പക്ഷേ ആത്മീയ അഭിവൃദ്ധി പ്രാപിച്ചോണമെന്നും പറഞ്ഞിട്ടുണ്ട്. എവിടെ? തീമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം എടുത്ത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരു നല്ല വിശുദ്ധീകരിക്കപ്പെട്ട ശുശ്രൂഷകൻ അഭിവൃദ്ധി പ്രാപിക്കുന്നവനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായിട്ടല്ല, വചനത്തിൽ. അവൻ വചനത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നവൻ ആയിരിക്കണം. നല്ല ശുശ്രൂഷകൻ, മാതൃകയുള്ള ശുശ്രൂഷകൻ, അഭിവൃദ്ധി പ്രാപിക്കുന്ന ശുശ്രൂഷകൻ. ആരും വായിച്ചിട്ടില്ലേ? 1 തീമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന്. ഇനി ഇതും പ്രോസ്പെരിറ്റി ഗോസ്പലുകാരെ എടുത്തിട്ട് ഭൗതിക അഭിവൃദ്ധി എന്ന് വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ആ അധ്യായം വായിച്ചു നോക്കിയാൽ അവിടെ നിൻ്റെ അഭിവൃദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതഭിവൃദ്ധിയാണ്? നിനക്ക് വചനത്തിലും ആത്മീയതയിലും ഉണ്ടാകുന്ന അഭിവൃദ്ധി. അപ്പോൾ നമുക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകേണ്ടത് ആത്മീയ കാര്യങ്ങളിലാണ്, ഭൗതിക കാര്യങ്ങളിലല്ല. ഭൗതിക കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇങ്ങോട്ട് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് നമുക്കൊന്നും കൊണ്ടുപോകാനും ഒക്കുകയില്ല. ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. ഇത് ഇസ്രായേൽ മക്കൾ മറന്നുപോയി. അത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോയപ്പോഴാണ് ദൈവം അവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി കഷ്ടതയിലേക്കും. അതുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, നന്നായി. അപ്പോൾ ഇടയ്ക്കൊക്കെ കഷ്ടതയിൽ ദൈവം നമ്മളെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുന്നത് നല്ലതാണ്. നിൻ്റെ കൽപ്പനകൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയത് എനിക്ക് ഗുണമായി എന്ന് നാം വായിക്കുന്നുണ്ട്. ഇവർക്കും ദൈവം ഗുണം ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ ഗുണമോ ദോഷമോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ ഗുണമോ ദോഷമോ? ഇപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞേച്ച് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഗുണമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഷ്ടത ഇത്ര വേണമായിരുന്നോ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും വന്നു? നിങ്ങളൊന്നും ചെയ്തിട്ടല്ല, നമ്മളൊന്നും ചെയ്തിട്ടായിരിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ തെറ്റായി പോകാതിരിക്കാൻ വേണ്ടി അല്ലേ? ഇയ്യോബ് എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഏതായാലും വരും അങ്ങോട്ട്, നമുക്ക് നോക്കാം എന്ത് ചെയ്തിട്ടാണെന്ന്. എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നില്ല. എന്തെങ്കിലുമൊക്കെ അസുഖത്തിൽ വന്നാൽ ഉടനെ നമ്മുടെ ഒരു റോങ് തിങ്കിങ് ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കഷ്ടതയോ പറയാം, അവന് അത്രയും പോരായിരുന്നു എന്ന ചിന്തയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതല്ലേലും അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അത് എനിക്കാണെങ്കിലോ
എനിക്കാണെങ്കിൽ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പം മറ്റവനെക്കുറിച്ച് എന്താ നമ്മൾ അങ്ങനെ കരുതാത്തത്? അതുകൊണ്ട് നമ്മുടെ ഗുണദോഷങ്ങളോ നന്മതിന്മകളോ ഒന്നും നോക്കിയിട്ടല്ല, നമുക്ക് നമ്മുടെ ആത്മാവിനെ വിവേചിച്ച് ഇങ്ങനെ പോകും അങ്ങനെ പോകും എന്നൊന്നും പറയാൻ ഒക്കുകയില്ല. കാരണം മനുഷ്യൻ്റെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമം അത് പിടിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ്. ചിലപ്പം കഷ്ടത കൊണ്ട് അതിനെ പിടിച്ച് നിർത്തിയെങ്കിൽ ഈ നിൽക്കേണ്ടതുപോലെ ഈ സാധനം അല്ല. നിങ്ങൾക്ക് പൗലോസിനെ കുറിച്ച് അറിയാമല്ലോ, നിഗളിച്ച് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു അപ്പോൾ പൗലോസിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നോ? പ്ലീസ് ടെൽ മീ. പൗലോസിന് ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി നമ്മളെ ഇത്രയൊക്കെ പ്രബോധിപ്പിച്ച് ബൈബിളിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത പൗലോസ് പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കും എന്താ ഇതൊക്കെ വന്നുകൂടെ? നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്താൻ. അപ്പോൾ ഇപ്പോൾ ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയോ? അത് കണ്ണിൻ്റെ കേടായിരുന്നോ, വയറുവേദനയായിരുന്നോ, അതൊക്കെ. അപ്പോൾ അതിനൊരാൾ ഈയിടെ എന്നോട് പറഞ്ഞു അത് തീർച്ചയായിട്ടും കണ്ണിൻ്റെ കേടായിരുന്നു. ഞാൻ വെച്ചാൽ അങ്ങനെ അറിയാം, ഞാൻ എത്ര വലിയ അക്ഷരമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പം കണ്ണ് ശരിക്കും കാണാമായിരുന്നെങ്കിൽ ഇത്ര വലിയ അക്ഷരമായിട്ട് എഴുതുക. എന്ത് ബുദ്ധിയാണെന്ന് വെച്ചാൽ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. എന്നോടൊരാൾ പറഞ്ഞതാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് കെയർ. അത് കേടായ കണ്ണായതുകൊണ്ട്, ഇത് വേണ്ടാത്തൊരു കണ്ണായതുകൊണ്ട് വേണേ നല്ലതാണ് കൊടുക്കുകയില്ലായിരുന്നെന്ന്. എല്ലാത്തിനും ആളുകൾക്ക് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനല്ല നോക്കുന്നത്. അപ്പോൾ ഇവിടെ വയറ്റുവേദനയാണോ എന്ന് കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും നേടാനുണ്ടോ? പ്ലീസ് ടെൽ മീ. അല്ല, കണ്ണിൻ്റെ കേടായിരുന്നത് കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ നേടാൻ പോകുന്നുണ്ടോ? അല്ല, നമുക്കിനി കണ്ണുകേട് വരുമ്പോൾ കാറ്ററാക്ട് വരുമ്പോൾ സമാധാനിക്കാമായിരുന്നു. പൗലോസിനും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വയറ്റുവേദന വരുമ്പോഴും അതല്ല അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യമാണോ? പക്ഷെ ചിലരുടെ ശ്രദ്ധ അങ്ങോട്ടാണ് പോകുന്നത്. അതൊന്ന് തെളിയിച്ച് കൊടുത്താൽ ഞാനിപ്പോൾ തെളിയിച്ചു തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ 3-4 വാക്യമൊക്കെ എടുത്തു ഇത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. കണ്ടോ, കണ്ണാടി ഇല്ലായിരുന്നു അന്ന്, കണ്ണാടിയൊന്നും ഉണ്ടാക്കി തുടങ്ങിയില്ലായിരുന്നു. ആർക്കറിയാം? ഇതൊന്നും നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് കണ്ണിക്കേടായിരുന്നു എന്നങ്ങ് തീരുമാനിച്ചു. അല്ല, ഒരാൾ പറയാണ് കുത്താൻ എന്ന് പറഞ്ഞപ്പം വയറ്റുവേദനയായിരുന്നു, തലവേദന ആയിക്കൂടെ? അപ്പോൾ എന്തോ വേദന വിഷമം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ കാര്യം പിടിച്ചെടുക്കുന്നതിന് പകരം നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് വേറെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് കാണേണ്ട കാര്യങ്ങൾ, ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഇങ്ങനെ ചില ആളുകൾ ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ഒത്തിരി ചോദിക്കാറുണ്ട്. ഒരാൾ എന്നോട് ചോദിച്ചു, സക്കായി കയറിയിരുന്നത് കാട്ടത്തിയലാണോ നാട്ടത്തിയലാണോ? നിങ്ങൾക്ക് ചിരി വരുന്നു. ഞാൻ പറഞ്ഞു എന്തത്തിയലാണല്ലോ എന്താ കാര്യം, നമുക്ക് ആ മരത്തിൻ്റെ ഇത് കണ്ടുപിടിച്ചിട്ട് പ്ലീസ് ടെൽ മീ അതാണ് പ്രധാനപ്പെട്ട കാര്യം. വേറൊരാളുടെ സംശയം എന്ന് പറയുന്നത് ഗോലിയാത്തിൻ്റെ വാളിന് എത്ര കിലോ ഖനമുണ്ടായിരുന്നു, കാരണം അവിടെ ഇത്ര കിലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കിലോ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് ഞാൻ ചോദിക്കണത്. പക്ഷേ നമ്മുടെ ചിന്താഗതികൾ പലപ്പോഴും ഈ തരത്തിലൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ കാണാതിരിക്കാനായിട്ട് പിശാച് നമ്മളെ അവിടെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെയാണെങ്കിൽ എത്ര അധികം എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ഈ 40 കൊല്ലവും 18 കൊല്ലമൊക്കെ പ്രോസ്പിരിറ്റി ഒക്കെ ഉണ്ടായപ്പോൾ അവർ ദൈവത്തെ വിട്ടിട്ട് അവരുടെ സ്വന്തം വഴിക്കൊക്കെ സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ദെബോരയും ബാരാക്കും എഴുന്നേറ്റിട്ടാണ് അവരെ രക്ഷിക്കുന്നത്. ബലഹീനയായ ഒരു സ്ത്രീയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദെബോരയെക്കുറിച്ച് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ പഠിച്ചാൽ നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ദേശത്തിന് സ്വസ്ഥത വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കാർഷിക അഭിവൃദ്ധിപ്പെട്ടു, അവിടെ വീടുകൾ പണിയപ്പെട്ടു, പഴയ റോഡുകൾ നന്നാക്കപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. അവർക്കൊരു 40 കൊല്ലത്തോളം വീണ്ടും ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധിക്കുള്ളതൊക്കെ വകയുണ്ടായി. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. കണ്ടോ, പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അപ്പം ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൽ നിന്ന് കഴിവതും ഈ അഭിവൃദ്ധി വന്ന സന്ദർഭങ്ങളിലൊക്കെ അകന്ന് പോവുക ചെയ്തത്. 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഇനി ബാക്കി സംഭവങ്ങൾ ഞാൻ വിവരിക്കുന്നില്ല. 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും സീദോന്യ ദേവന്മാരെയും മോവാബ്യ ദേവന്മാരെയും അമോന്യ ദേവന്മാരെയും ഫെലിസ്ത ദേവന്മാരെയും സേവിച്ചു. ഇനി എനിക്ക് തോന്നുന്നു ആ നാട്ടിൽ ദേവന്മാരുടെ ഒന്നും പേര് പറയാനില്ല. നിങ്ങൾക്ക് ദേവന്മാരുടെ ഒന്നും പേരിഷ്ടമില്ലാത്ത കാരണം ലിസ്റ്റ് നോക്കി കാണുകയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെ ദേവന്മാർ, അപ്പം ആരെ മാത്രം സേവിച്ചില്ല? യഹോവയെ മാത്രം അവർ ഉപേക്ഷിച്ചു. യഹോവയെ മാത്രം അവർ
അപ്പം പോയി ഇപ്പം എവിടം വരെ എത്തി? 10-ാം അധ്യായം ആയപ്പോഴത്തേക്ക് ആ ജാതികൾ പോലെ തന്നെ അങ്ങ് ആയി. അവരുടെ എല്ലാ ദൈവങ്ങളും ഇവരുടെ ദൈവങ്ങളായി. ഒന്നുകൂടെ വാക്യം വായിക്കാം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത് പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും സിദോന്യ ദേവന്മാരെയും മോവാബ്യ ദേവന്മാരെയും അമോന്യ ദേവന്മാരെയും ഫെലിസ്ത്യ ദേവന്മാരെയും സേവിച്ചു. അപ്പം നേരത്തെ നിങ്ങൾ വായിച്ച ജാതികളുടെ പട്ടികയും കൂടി ഇതിൻ്റെ കൂടെ എടുത്തു വെക്കുകയാണെങ്കിൽ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ദേവന്മാരും ദൈവന്മാരും ഉണ്ടായിരുന്നു. അവരെ മുഴുവൻ ഇവരിങ്ങ് എടുത്തു. കംപ്ലീറ്റ് അതിനെ ഇങ്ങ് എടുത്തെന്നായി പറഞ്ഞത്. സോ ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് പ്രോസ്പിരിറ്റി. നമുക്ക് അനുഗ്രഹം വന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം ഓരോ ദേവന്മാരും ദൈവന്മാരും ഒക്കെ ഉണ്ട്. അതിനെല്ലാം ഇവരുടേതാക്കി എടുത്തു. എന്നിട്ട് യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. 13-ാം വാക്യം. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു അന്യ ദൈവങ്ങളെ സേവിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. ദൈവത്തിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു ദേഷ്യം വന്നപ്പോൾ ദൈവം പറഞ്ഞ ഇനി ഞാൻ നിങ്ങളെ ചിലപ്പോൾ അപ്പന്മാരൊക്കെ പറയുന്ന പോലെ ഇനി ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നിട്ട് പിന്നെ ദൈവം രക്ഷിച്ചില്ലേ? 16-ാം വാക്യം. അവർ തങ്ങളുടെ ഇടയിൽ നിന്നും അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞു, യഹോവയെ സേവിച്ചു. ഇസ്രായേലിന്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി. അപ്പം അവർക്ക് കാര്യം മനസ്സിലായപ്പോൾ ഇതൊക്കെ ഓരോ ദേവന്മാരെയൊക്കെ മാറ്റി കളയാനായിട്ട് തുടങ്ങി. അപ്പോൾ ദൈവം അവരെ സഹായിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യവും കൂടി നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാണണം കേട്ടോ. ഞാൻ ഇവരെ സഹായിക്കുകയല്ല രക്ഷിക്കുകയല്ല എന്നൊക്കെ ദൈവം പറഞ്ഞെങ്കിലും ദൈവം എന്ത് ചെയ്തു? അവരെ സഹായിക്കാൻ സന്നദ്ധനായി തീർന്നു. അതിന് ദൈവത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അവർ ഈ ദേവന്മാരെ ഓരോരുത്തരെയൊക്കെ നീക്കിക്കളയാനായിട്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ, ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, സെപ്പറേഷൻ മേക്സ് അസ് സ്ട്രോങ്. ഓർക്കുന്നുണ്ടോ? നമ്മുടെ വിശുദ്ധിയും വേർപാടും നമ്മളെ കൂടുതൽ കരുത്തന്മാരാക്കി മാറ്റും. നമ്മൾ വേർപെട്ട വിശുദ്ധിയിൽ നിൽക്കുമ്പോൾ ക്ഷീണിച്ചു പോവുകയല്ല, കൂടുതൽ കരുത്താർജിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെ ശക്തീകരിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. 13-ന്റെ ഒന്നുകൂടെ വായിക്കാം. 13-ന്റെ ഒന്നുകൂടെ വായിച്ചാൽ ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. പക്ഷെ പിന്നെയും വിട്ടുപോയി കേട്ടോ. ഇത്രയൊക്കെ ആയിട്ടും പിന്നെ ഇതാണ് ഈ പുസ്തകത്തിന്റെ റിങ്. പിന്നെയും അവർ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സോര്യത്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അതിനെ ബാക്കി നിങ്ങൾ വായിച്ചാൽ മാത്രം മതി. ഈ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ അവർ വീണ്ടും ദൈവത്തെ വിട്ട് പോയതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടു. പക്ഷേ ദൈവം പിന്നെ ഒരാളെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഈ പരിപാടി അവസാനിക്കുന്നത് ശാമുവേലിൻ്റെ കാലഘട്ടത്തിലാണ്. കയറി ഇറങ്ങിയും ഇങ്ങനെ ഇവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഗ്രാഫ് വരച്ചാൽ, എങ്ങനെ ഇരിക്കും? നല്ല ഭംഗിയായിരിക്കും. കാരണം അതിന് അതവിടെ നിൽക്കട്ടെ, നമ്മുടെ ഒന്ന് വരച്ചാലോ? അതവിടെ നിൽക്കട്ടെ. നമ്മൾ അവരുടെ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വരയായിരുന്നു. ഇനി നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് ഒരാൾ പറയുന്നുണ്ട്. അതായത് ഇസ്രായേൽ മക്കളുടെ ഗ്രാഫ് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മോശമായിരിക്കും എന്നാൽ ചിലപ്പോൾ. കാരണം ഇസ്രായേൽ മക്കൾക്ക് ഇങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് ഇത്ര ആഴ്ച തോറും ബൈബിൾ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇപ്പം നമുക്ക് ആഴ്ച തോറും സഭായോഗങ്ങളും ബൈബിൾ ക്ലാസ്സും ഇടയോഗങ്ങളും കൂട്ടായ്മ യോഗവും ബൈബിളിൻ്റെ കോപ്പികളാണെങ്കിൽ ഓരോ വീട്ടിലും 10-20 പിന്നെ ചാനലുകൾ, CD അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞതിനേക്കാളും ദൈവവചനം അറിഞ്ഞതിനേക്കാളും കൂടുതൽ അറിയുവാനുള്ള അവസരമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കയറിയിട്ടാണെങ്കിലും പുസ്തകങ്ങൾ വഴിയാണെങ്കിലും ഏത് തരത്തിലും ദൈവത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ സാധ്യതകളും ഉണ്ട്. ഇസ്രായേൽ മക്കൾക്ക് അത്രയില്ലായിരുന്നു. കാലം മുന്നോട്ട് പോകുന്തോറും ടെക്നോളജിയൊക്കെ വർദ്ധിക്കുന്നതനുസരിച്ച് ഈ സാധ്യതകൾ ഇനിയും കൂടും. പക്ഷേ ഗ്രാഫ് പിന്നെയും താഴോട്ടാണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു സംശയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവരുടെയും ഗ്രാഫ് ഒരെണ്ണം വരയ്ക്കണം, നമ്മുടെയും ഗ്രാഫ് ഒരെണ്ണം വരച്ചിട്ട് രണ്ടും കൂടെ വെച്ച് വീട്ടിൽ പോയി ചെയ്താൽ മതി, ഇപ്പോൾ ചെയ്യണ്ട. രണ്ടും കൂടെ വെച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം കൂടെ പരിസമാപ്തിയിൽ കൊണ്ടുവരുന്നതാണ് 17-ന്റെ 6. ഈ പുസ്തകത്തിൻ്റെ മെയിൻ വാക്യമായിട്ട്
നമ്മൾ പറഞ്ഞിരുന്ന 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. 21-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, അവസാനത്തെ അധ്യായം, അവസാനത്തെ വാക്യം. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ. അപ്പോൾ ഇവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ പുസ്തകം വിട്ട് അടുത്ത പുസ്തകത്തിലേക്ക് പോകാൻ പോവാണ്. ഓരോരുത്തൻ അപ്പോൾ ആത്മീയ ജീവിതത്തിൽ ഓരോരുത്തരുടെ ബോധ്യങ്ങൾക്കല്ല സ്ഥാനം, ദൈവത്തിൻ്റെ ബോധ്യത്തിനാണ് സ്ഥാനം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, അല്പം വചനമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ബോധ്യങ്ങളും ഭയങ്കര കാഴ്ചപ്പാടുകളും ഭയങ്കര ദർശനങ്ങളും ഭയങ്കര അരുളപ്പാടുകളും ഒക്കെയാണ്. ഓരോരുത്തൻ അവനവന് അങ്ങനെ ബോധിച്ചാണ് ഈ 38,000 സഭയായി പോയത്. ഓരോരുത്തർക്ക് ബോധിച്ചതുപോലെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഓരോരുത്തൻ അവനവന് ബോധിച്ചതുപോലെ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ആത്മീയത ആചരിച്ച് നാം ബഹുദൂരം പുറകോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ വ്യാഖ്യാനങ്ങളൊക്കെ ഒന്ന് നിർത്തിയിട്ട് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. പ്ലീസ് സ്റ്റിക്ക് ടു ഇറ്റ്. അതാണ് നമ്മളോട് മോശയും യോശുവയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞ കാര്യം എന്താണ്? ദൈവം പറഞ്ഞ കാര്യം എന്താ? ഞാൻ നിങ്ങൾക്ക് എഴുതി തന്ന ഈ വചനങ്ങളെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഈ വചനം ധ്യാനിക്കുകയും ഇത് നിങ്ങളുടെ മക്കളോട് പറയുകയും ഇത് നിങ്ങൾ പ്രമാണിക്കുകയും ഇത് നിങ്ങൾ അനുസരിച്ച് നടക്കുകയും ചെയ്യണം. ഇതിനകത്ത് നിന്നൊരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറിപ്പോകുകയില്ല. ഈ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരപ്പെടുത്തി വച്ചിരിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഇതിൽ നിന്നൊന്നും പോകുകയില്ല. ഇതിനോടൊന്നും കൂട്ടരുത്, ഇതിൽ നിന്നൊന്നും കുറയ്ക്കരുത്. അപ്പോൾ നമുക്ക് എത്ര ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഇത്ര പ്രമാണങ്ങളൊക്കെ ദൈവം തരാൻ തക്കവണ്ണം എത്ര ശ്രേഷ്ഠതയുള്ളൊരു ജാതിയാണ് നാം. ഇസ്രായേൽ മക്കളോടും അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എത്ര ശ്രേഷ്ഠതയുള്ളൊരു ജാതിയാണ്, ദൈവം ഇങ്ങനെ നിങ്ങളെ സ്നേഹിക്കുവാൻ. പക്ഷേ എന്നിട്ടും അവർ വിട്ടുമാറിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ഈ പ്രകൃതം ഇരിപ്പുണ്ട്. മനുഷ്യന് യാതൊരു മാറ്റവും കേട്ടോ. ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ നിന്ന് ആരും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഡോണ്ട് ലേൺ എനിത്തിങ് ഫ്രം ഹിസ്റ്ററി. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ദുര്യോഗം ഇന്നും നമുക്ക് പറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുത്താൽ മതി. നമ്മൾ ഇത്രയും ബൈബിൾ പഠിക്കുന്നതും ബൈബിൾ സർവേ പഠിക്കുന്നതും ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ടു സീ വാട്ട് ഈസ് ഇൻ ദ ബൈബിൾ. ഈ ബൈബിളിൽ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് കണ്ട് അത് അക്ഷരം പ്രതി അനുസരിക്കാൻ. ഞാനൊരു പ്രായമുള്ള മനുഷ്യൻ്റെ കഥ കേട്ടിട്ടുണ്ട്. ഒരു മിഷണറി ആയിരുന്നു. അദ്ദേഹം ആഫ്രിക്കയിൽ സുവിശേഷം അറിയിച്ച് വളരെ പ്രായമായി, 98 വയസ്സായപ്പോൾ ഒരു ദിവസം രാത്രി 2 മണി ആയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ്, ഈ കണ്ണാടിയൊന്നും വെച്ചാൽ ഒന്നും കാണത്തില്ല, മാഗ്നിഫയിങ് ഗ്ലാസ് പിടിക്കണം, വലിയ ലെൻസ് ഇങ്ങനെ പിടിച്ചിട്ട് വേണം വായിക്കാനായിട്ട്. അപ്പോൾ ഒരു സഹായി കൂടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ സഹായി രാത്രി 2 മണിക്ക് ഇയാൾ എഴുന്നേൽക്കുമ്പോൾ ആരെഴുന്നേൽക്കണം? ഹോം നേഴ്സ് എന്ന് ഇപ്പോൾ ആധുനിക പേര്, ഞാൻ സഹായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഹോം നേഴ്സും എഴുന്നേറ്റു. ഹോം നേഴ്സ് എഴുന്നേറ്റിട്ട് അയാളുടെ ഉറക്കം പോയി, അയാൾക്ക് സങ്കടമായി. അയാൾ ചോദിച്ചു, എൻ്റെ വല്യപ്പച്ച ഈ രാത്രി 2 മണി നേരത്ത് ഈ വേദപുസ്തകം എടുത്തു വെച്ച് എന്തുകൊണ്ടാണ് ഈ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു. ചാകാറായില്ലേ, ഇനി എന്താ ഇതിനകത്ത്? നമ്മളാണേലും ചിലപ്പോൾ ചോദിച്ചതിനെ, ഇതെന്തിലെ കാലത്തെ തൊട്ട് ഇത് വായിക്കലും ഇത് പ്രമാണിക്കലും ഇത് പ്രസംഗിക്കലുമാണ് ജോലി. ഈ രാത്രി 2 മണി നേരത്ത് ചാകാറായപ്പോൾ ഇനി എന്താ വായിക്കുന്നത്? അപ്പോൾ പുള്ളിക്കാരൻ വളരെ ശാന്തനായിട്ട് പറഞ്ഞു, എൻ്റെ മോനെ അതാ കുഴപ്പം, ഞാൻ ചാകാറായി. ഈ ചാകുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തെങ്കിലും അനുസരിക്കാതെ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കുമായിരുന്നു. രാത്രി കിടന്നുറങ്ങിയപ്പം ആത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി, ഒന്നുകൂടെ പുസ്തകം എടുത്ത് നോക്ക്, ചിലപ്പം നീ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ മോനും ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, സമയം കിട്ടുമ്പം എന്ത് ചെയ്യണം? മക്കളൊക്കെ ഒന്ന് നോക്കണം. എന്ത് നോക്കണം? നമ്മൾ അനുസരിക്കാതെ വിട്ടുപോയ അല്ലെങ്കിൽ ഗൗരവമില്ലെന്ന് വെച്ച് മാറ്റിവെച്ച എന്തെങ്കിലുമൊക്കെ വചനം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടാകും. അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ദൈവം പറഞ്ഞ ഒരു വാക്കുപോലും അപ്രധാനമായിട്ടുള്ളത് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പാൽപ്പായസം പോലെ അനുസരിക്കുന്നതിനായിട്ട് ഇത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവവചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാണ്. എല്ലാ തരത്തിലും ഇത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതിരിക്കാൻ ലോകാവസാനം വന്നെത്തിയ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി
ഇത് എഴുതിയിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം വിട്ട് രൂത്തിലേക്കൊന്ന് പ്രവേശിക്കാം.